ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കാറുണ്ട്, ഉണ്ടോ? ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് ഒരുപാട് പേര് അതിന്റെ വൈസർ ഇടാറില്ല, അല്ലെ? ഈ വൈസർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കാണുമ്പം മറ്റൊരാളോട് പറയുമ്പം ചെറിയ കാര്യം, പക്ഷെ അത് വലിയ ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വൈസർ നമ്മൾ ദൂരോട്ട് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ വൈസർ ഓപ്പൺ ചെയ്തിട്ടിട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കാറ്റ് നമ്മുടെ ഫേസിലേക്ക് അടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. ബൈക്ക് ഓടിച്ച് പെട്ടെന്ന് കുഴയുന്ന ഒരു ഫീല് വരും, നമ്മുടെ എനർജി ലോസ് ആയി പോകും. അതേപോലെ തന്നെ എപ്പോഴും പൊടിയടിച്ച് കയറും ചെറിയ ചെറിയ പ്രാണികൾ, പിന്നെ ചെറിയ ചരലുകളൊക്കെ വണ്ടിക്കകത്ത് തെറിച്ച് കണ്ണിൽ വീണ് കണ്ണിന് ഡാമേജ് പറ്റാനും അതുവഴി ഒരു വലിയ അപകടം തന്നെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം വൈസർ എന്ന് പറയുന്ന സാധനം ചെറിയൊരു കാര്യമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നമ്മളെപ്പോഴും ക്ലിയർ വൈസർ വേണം യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയാം. ബ്ലാക്ക് കളർ വൈസർ യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് റോഡ് കാണാൻ പറ്റും, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ആ രീതി കാണാൻ പറ്റും. മനസ്സിലായില്ലേ? പിന്നെ ഈ ഒരു വൈസർ കെയർ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും പൊടി കാര്യങ്ങളൊന്നും അടിക്കാതെ നീറ്റായിട്ട് കൊണ്ടു കിടക്കണം. കണ്ണി കണ്ണാക്കറി തുണിയൊന്നും ഇട്ട് എപ്പോഴും തുടയ്ക്കാൻ നിൽക്കരുത്. അങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ആയിരിക്കും, പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റത്തില്ല. അതേപോലെ കുറെ സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ അത് മൊത്തം വല്ലാതിരിക്കും. അത് നമ്മൾ രാത്രിയിൽ പോകുമ്പം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ലൈറ്റ് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ കട്ടായി പോവുക ചെയ്യുക, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, ബ്ലറായിരിക്കും. അതും ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മൈക്രോ ഫൈബർ തുണി ഉപയോഗിച്ച് വളരെ നീറ്റായിട്ട്, ഇപ്പൊ തന്നെ നമ്മുടെ മാർക്കറ്റിലാണെങ്കിൽ വൈസർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് ലിക്വിഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മേടിച്ച് എപ്പോഴും ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ വൈസർ യൂസ് ചെയ്യുമ്പോൾ ആന്റി ഫോഗ് ഉള്ള ഹെൽമെറ്റ് മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആന്റി ഫോഗ് ഉണ്ടെങ്കിൽ ഫോഗ് അടിച്ച് കയറത്തില്ല, മഴക്കാലത്താണെങ്കിലും മഞ്ഞുകാലത്താണെങ്കിലും. ആന്റി ഫോഗ് ഇല്ലാത്ത ഹെൽമെറ്റ് ആണെങ്കിൽ നമ്മൾ ഗ്ലാസ് അടച്ചിട്ട് ശ്വസിക്കുന്ന സമയത്ത് അതിനകത്ത് മൊത്തം ഫോഗായി നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, മൊത്തം മൂടതയായിരിക്കും. ആന്റി ഫോഗ് ഉള്ള ഹെൽമെറ്റ്, എൻ്റെ ഹെൽമെറ്റിനകത്ത് ആന്റി ഫോഗ് വരുന്നുണ്ട്. ആന്റി ഫോഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഹെൽമെറ്റിന്റെ വൈസറിനകത്ത് കണ്ടേ ഇങ്ങനൊരു പാഡ് ഉണ്ട്, ഇതാണ് സാധനം, ഇതാണ് ആന്റി ഫോഗ് എന്ന് പറയുന്നത്. അതിന് മാത്രം ഏതാണ്ട് 400 റേറ്റ് ഉണ്ട്, 400 രൂപ റേറ്റ് ഉണ്ട്. അത് റേറ്റ് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ആന്റി ഫോഗ് ഉള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കോടമഞ്ഞത്താണെങ്കിലും പെരുമഴയത്താണെങ്കിലും റോഡ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കണ്ട് ഓടിച്ചു പോകാൻ വരും. അതേപോലെ തന്നെ ഹെൽമെറ്റിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതിന്റെ ഒരു പില്ലോക്ക് വരുന്നത്, വൈസറിന്റെ പില്ലോക്ക് വരുന്നുണ്ട്. ഇത് 30 ആണ്, ഇതെനിക്ക് വിഷൻ കുറവാണ്. ഇങ്ങനെ തല ചരിച്ച് ഇങ്ങനെ ബാക്കിൽ വരുന്ന വണ്ടികൾ കാണാൻ എനിക്കൊരു വിസിബിലിറ്റിയുടെ കുറവുണ്ട്. അത് അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നോക്ക് 30 വരുന്നുണ്ട്, വേറെ വരുന്നുണ്ട്. അത് പിന്നോക്കിനെ പറ്റിയ ഒരു വീഡിയോ നമുക്ക് വേറെ അല്ലാതെ നമുക്ക് ചെയ്തു തരാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം പോലും ഒരു ലോങ് ബൈക്ക് റൈഡറിന് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം വളരെ ചെറിയൊരു തെറ്റ് പോലും വലിയൊരു അപകടത്തിലോട്ട് നയിക്കും. അത് മനസ്സിലായില്ലേ?